ഇന്ന് നമുക്ക് നോക്കാം ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ, ചികിത്സകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് പേര് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ പലർക്കും ഇത് എന്താണെന്ന് അറിയുന്നില്ല. കാരണം അവർ വിചാരിക്കുന്ന ഇതൊരു നോർമൽ ആയിട്ടുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് കരുതുന്നത്. പക്ഷേ എന്നാൽ അത് അല്ല. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. പ്രത്യേകിച്ച് മോർണിംഗ് ടൈമിൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ വീണ്ടും വീണ്ടും പോകണമെന്നുള്ള ഒരു തോന്നൽ, ഒരു അൺസാറ്റിസ്ഫാക്ടറി രീതി. അതോടൊപ്പം തന്നെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോവർ അബ്ഡോമിൻ ഉണ്ടാകുന്ന ഒരു പെയിൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഇതിനെപ്പറ്റി പറഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മൾ അധികമായിട്ടുള്ള സ്ട്രെസ്സ്, ടെൻഷൻ ഒക്കെയാണ് പ്രധാന കാരണങ്ങൾ. നമ്മുടെ ഡൈജസ്റ്റീവ് ഫെയർ കറക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അതല്ലെങ്കിൽ ബിരുദാഹാരങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും പാലും പഴവും അതല്ലെങ്കിൽ പാലും തൈരും ഒക്കെ നമ്മൾ ഒരുമിച്ച് കഴിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് ഫുഡുണ്ട്. ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ, ബേക്കറി പ്രോഡക്ട്സ്, പിക്കിൾസ്, ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം വരാനായിട്ട് കാരണമാക്കുന്നുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയിഡിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാവാം. അധികമായിട്ടുള്ള വ്യായാമം ഒന്നും ചെയ്യാത്തവരിലും ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കാണുന്നുണ്ട്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം അതുവരേക്കും നന്ദി, നമസ്തേ.